നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ മാം എന്താ നിങ്ങളോട് പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അർത്ഥം, വിപരീതം ഒക്കെ പഠിച്ചു വരണം മാം ചോദിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാവരും പഠിച്ചോ? മാം ചോദിക്കും കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഈ പാഠത്തിൽ നിങ്ങൾക്ക് പ്രത്യയങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. എന്താ ഈ പ്രത്യയം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആദ്യമായിട്ടല്ലേ പ്രത്യയം എന്താണെന്ന് പഠിക്കുന്നത്? മാം പറഞ്ഞു. അർത്ഥത്തിൽ വ്യത്യാസം വരുത്തുന്നതിനായി പദങ്ങളുടെ അവസാനത്തിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയാണ് പ്രത്യയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അർത്ഥത്തിൽ ഒന്നുകൂടി ഞാൻ പറയാം. അർത്ഥത്തിൽ വ്യത്യാസം വരുത്തുന്നതിനായി പദങ്ങളുടെ അവസാനത്തിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയാണ് പ്രത്യയം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പിരിച്ചെഴുതാനൊക്കെ പഠിച്ചില്ലേ? അപ്പം അമ്മയോട് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക? അമ്മ പ്ലസ് ഓട് അല്ലേ? അപ്പോൾ ഈ അമ്മയോട് എന്ന പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന വാക്ക് ഏതാ? തിരിച്ചെഴുതുമ്പോൾ അക്ഷരം ഏതാണ് വരുന്നത്? ഓട് അല്ലേ? അമ്മ പ്ലസ് ഓട്. അമ്മയെ എങ്ങനെ പിരിച്ചെഴുതുക? അമ്മ പ്ലസ് എ അല്ലേ? അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ പ്ലസ് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രത്യയം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാൻ പ്രതിവർഷമൊന്നുമില്ല. മാം ഉദാഹരണം കാണിച്ചു തരാം, നോക്കിക്കോളൂ. എന്താണ് ആദ്യം പ്രത്യയം എന്ന് മാം കൂടി പറഞ്ഞുതരാം. അർത്ഥത്തിൽ വ്യത്യാസം വരുത്തുന്നതിനായി പദത്തിൻ്റെ അവസാനത്തിൽ ചേർക്കുന്ന അക്ഷരമാണ് പ്രത്യയം. ഉദാഹരണം നോക്കൂ. അമ്മയെ, അമ്മ പ്ലസ് എ. ഈ സൈഡിലുള്ളത് പ്ലസ് കഴിഞ്ഞിട്ട് വരുന്നത് എല്ലാം പ്രത്യയങ്ങളാണ്. കണ്ണാടിയിൽ എങ്ങനെ കണ്ണാടിയിൽ തിരിച്ചെഴുതുക? കണ്ണാടി പ്ലസ് ഇൽ. ചക്രവർത്തിയുടെ എങ്ങനെ പിരിച്ചെഴുതുക? ചക്രവർത്തി പ്ലസ് ഉടേ. അമ്മയോട് എങ്ങനെ പിരിച്ചെഴുതുക? അമ്മ പ്ലസ് ഓട്. ഇത് നോക്കാം, എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു എന്താ പറയുക, പ്ലസിന് ശേഷം വരുന്ന ഈ അക്ഷരങ്ങളാണ് എ, ഇൽ, ഉടേ, ഓട്. കണ്ടോ? ഈ ചെറു അക്ഷരങ്ങളാണ് എന്താണ് പ്രത്യയങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ സാധാരണ പിരിച്ചെഴുതാറില്ലേ? അതേപോലെ തന്നെ പിരിച്ചെഴുതുന്നതിന് പ്ലസിന് ശേഷം വരുന്ന അക്ഷരങ്ങൾ മുഴുവൻ എന്താണ്? പ്രത്യയങ്ങളാണ്. മനസ്സിലായോ? ഇനി മാം അർത്ഥം എന്താണ് അർത്ഥമൊക്കെ പഠിച്ചു എന്ന് നോക്കട്ടെ, ചോദിക്കട്ടെ മാം നിങ്ങളോട്. സദസ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ബറുടെ സദസ്യനായിരുന്നു ബീർബൽ അല്ലേ? എന്താ സദസ്യൻ എന്ന് പറഞ്ഞാൽ? സദസ്സിലെ ഒരാള് അല്ലേ, ഒരംഗം. ഓക്കെ. വൈഭവം എന്ന് പറഞ്ഞാലോ? യുക്തി വൈഭവം, നമ്മൾ ബുദ്ധി വൈഭവം എന്നൊക്കെ പറയും. വൈഭവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കഴിവ്, ശക്തി എന്നൊക്കെ പറയാം. ബുദ്ധിശക്തി. മനസ്സിലായി? യുക്തി വൈഭവം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിശക്തി എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാജാവ് ഉടനെ ഭടന്മാരോട് കൽപ്പിച്ചു. അങ്ങനെ എന്താ? കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുക അല്ലേ? പിന്നെ ചതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വഞ്ചിക്കുക അല്ലേ? വഞ്ചിക്കുക അർത്ഥം ചതിക്കുക അല്ലേ? പിന്നെ വരുന്ന അർത്ഥം വാനം. വാനോളം പുകഴ്ത്തി. അക്ബർ ചക്രവർത്തി ബീർബലിൻ്റെ യുക്തി വൈഭവത്തെ വാനോളം പുകഴ്ത്തി. എന്ന് പറഞ്ഞാൽ എന്താ? വാനം എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം. ആകാശത്തോളം പുകഴ്ത്തി. ഇനി വിപരീതം ഞാൻ ചോദിക്കട്ടെ. ധനികൻ ഓപ്പോസിറ്റ് എന്താ? ധനികൻ ദരിദ്രൻ. ധനികൻ എന്ന് പറഞ്ഞാൽ എന്താ? പണക്കാരൻ അല്ലേ? ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? പാവപ്പെട്ടവൻ അല്ലേ? പിന്നെ പുകഴ്ത്തുക അങ്ങനെ എന്താ? ഒരാളെ പുകഴ്ത്തി പറയാം, നല്ല മിടുക്കനാണ് കേട്ടോ, നല്ല കഴിവുള്ള ആളാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴാണ് പുകഴ്ത്തുക എന്നർത്ഥം. അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? വിപരീതം ഇകഴ്ത്തുക. ഇകഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ മാക്സിമം താഴ്ത്തി ഒരാളെ മഹാമോശ നേരെ നന്നാക്കി പറഞ്ഞതിന് നേരെ തിരിച്ച് പറയാം. പുകഴ്ത്തുക, ഇകഴ്ത്തുക. ആ പൂ എന്നുള്ളിടത്ത് ഈ ചേർത്ത് കൊടുത്താൽ മതി. പുകഴ്ത്തുക, ഇകഴ്ത്തുക. പിന്നെ വിപരീതമുള്ളത് സത്യം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സത്യം, വിപരീതം
അസത്യം അല്ലേ? അപ്പം എന്താ പ്രത്യയം നമ്മൾ കൂടി പറഞ്ഞു തരട്ടെ. അർത്ഥത്തിൽ വ്യത്യാസം വരുത്തുന്നതിനായി പദങ്ങളുടെ അവസാനത്തിൽ ചേർക്കുന്ന അക്ഷരത്തെയാണ് പ്രത്യയം എന്ന് പറയുന്നത്. ഏതൊക്കെ പ്രത്യയങ്ങൾ? മാം കുറച്ച് ഉദാഹരണം ടെസ്റ്റ് പേപ്പറിൽ ഇടും. 2-3 ക്വസ്റ്റ്യൻസ് മാം ടെസ്റ്റ് പേപ്പറിൽ ഇടും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ഏതാണ് പ്രത്യയം എന്ന് എഴുതിയിട്ട് മാമിനെ അയച്ചു തരണം കേട്ടോ, ഈ ക്ലാസ്സിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഏതാ പ്രത്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുത്തുന്നതിനായി പദങ്ങളുടെ അവസാനത്തിൽ ചേർക്കുന്ന അക്ഷരങ്ങളാണ് പ്രത്യയം. അപ്പം എന്താ പ്രത്യയത്തിന് ഉദാഹരണങ്ങളെന്ന് പറയൂ. ചക്രവർത്തിയുടെ എങ്ങനെ പിരിച്ചെഴുതുക? ചക്രവർത്തി പ്ലസ് ഉടെ. രാജാവിനോട്, രാജാവിന് പ്ലസ് ഓട്. അമ്മയുടെ, അമ്മ പ്ലസ് ഉടെ. ആ പ്ലസ് കഴിഞ്ഞ് വരുന്ന ഉടെ, ഓട് എന്ന എ, രാജാവ് അമ്മയെ, അമ്മ പ്ലസ് എ വരുന്നില്ലേ? ആ എ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് പ്രത്യയങ്ങൾ. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ എല്ലാവരും ടെസ്റ്റ് പേപ്പർ എഴുതണം. നോട്ട്സ് എഴുതാത്തവർക്ക് വേണ്ടി മാം നോട്ട്സ് ഇടാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.